നമസ്കാരം. ഈ മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വ്യാപാരാഴ്ചയിൽ ഇന്ത്യൻ ഓഹരികളിൽ മികച്ച നേട്ടത്തോടെയാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. പ്രധാനപ്പെട്ട ഓഹരി സൂചികൾ 7 മാസത്തിനിടയിൽ ഉയർന്ന നിലവാരത്തിലേക്കും എത്തി. ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന അല്ലെങ്കിൽ പുതിയ വ്യാപാരാഴ്ച നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളും നിഫ്റ്റിയുടെ അടുത്ത സാധ്യതകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും പങ്കുവെക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ വിപണിയിൽ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ത്യ പാക് വെടിനിർത്തൽ ആണ് വിപണിക്ക് ഒരു ഊർജ്ജം നൽകി. അതിനോടൊപ്പം തന്നെ US ചൈന ലോകത്തെ വൻ സാമ്പത്തിക ശക്തിയായ USഉം ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ് വാറിനുള്ളൊരു ശമനം നേരിട്ടതും ഒക്കെ വിപണിയിൽ ഒരു ശക്തമായ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. അതേപോലെ തന്നെ പണപ്പെരുപ്പം 6 വർഷത്തെ താഴെ നിലയിലേക്ക് എത്തി. അതുകൊണ്ട് ഒരു മൺസൂൺ നേരത്തെ എത്തുന്നുള്ള പ്രതീക്ഷ ഇതിന് പണപ്പെരുപ്പവും മൺസൂണും ഒക്കെ എത്തുന്നൊരു പശ്ചാത്തലത്തിൽ തന്നെ റിസർവ് ബാങ്ക് ജൂണിലുള്ള RBIയുടെ അടുത്ത MPC മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ റേറ്റ് കട്ട് റിപ്പോ റേറ്റുകൾ കുറയ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും ഒക്കെയാണ് വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുള്ള ശക്തമായ പിന്തുണ, പ്രത്യേകിച്ചും വിദേശ നിക്ഷേപകർ തുടർച്ചയായി ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത്. വെള്ളിയാഴ്ച 8,000 കോടിയിലധികം രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിട്ടുള്ളവർ. അതുപോലെ തന്നെ കൂടുതൽ വില താഴ്ന്നതുമൊക്കെ ഓഹരി വിപണിയെ മുന്നോട്ട് ഒരു പോസിറ്റീവായിട്ട് നിലനിർത്താൻ സഹായിച്ച പ്രധാനപ്പെട്ട അനുകൂല ഘടകങ്ങളാണ്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ NSEയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ 4.21%, 4.21% വർധനയോടെയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്ത് 1012 പോയിൻ്റാണ് ഒരാഴ്ച കാലയളവിൽ നേട്ടം കുറിച്ചത്. അപ്പോൾ ഈ വർഷത്തെ നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള രണ്ടാമത്തെ മികച്ച രണ്ടാമത്തെ വീക്ക്ലി ഗെയിനാണിത് നിഫ്റ്റിയെ സംബന്ധിച്ച്. അങ്ങനെ 25,020 നിഫ്റ്റി ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. സമാനമായി BSEയുടെ മുഖ്യ സൂചിക സെൻസെക്സ് ആകട്ടെ 2,876 പോയിൻ്റാണ് റാലി ചെയ്തത്, അതായത് 3.62% വർധന. അങ്ങനെ 82,330 ക്ലോസ് ചെയ്തു. പ്രധാനപ്പെട്ട എല്ലാ സെക്ടേഴ്സും തന്നെ നേട്ടത്തിലാണെന്ന് കാണാൻ കഴിയും. നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയാകട്ടെ 7.7% നേട്ടം കരസ്ഥമാക്കി. സ്മോൾ ക്യാപ്പ് സൂചികയാകട്ടെ 9% ഒരു ശതമാനത്തിലുള്ള നേട്ടം കരസ്ഥമാക്കിയിട്ട് ഇപ്പോൾ ബ്രോഡർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഇതിൽ നമുക്ക് വ്യക്തമാണ്. ഇനി വരുന്ന ആഴ്ചയിൽ നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് കോർപ്പറേറ്റ് ഏണിംഗ് തന്നെയാണ്. അതായത് ജനുവരി മാർച്ച് ത്രൈമാസ കാലയളവിലെ പ്രവർത്തന ഫലം. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി 2 ആഴ്ച കൂടി മാത്രമാണ് ഈ മാർച്ച് ക്വാർട്ടർ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ആഴ്ചയിൽ പുതിയ വ്യാപാരാഴ്ചയിൽ 700-ലധികം ലിസ്റ്റഡ് കമ്പനികളാവും ഈ 2024-25 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദം, അതായത് 2025 ജനുവരി മാർച്ച് കാലയളവിൽ ഒരു 3 മാസ കാലയളവിൽ പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള മാർച്ച് ക്വാർട്ടർ റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ വിപണിയുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത ഒരു നിലവാരത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ജനറലി ഇത്തവണത്തെ അതായത് Q2ലും Q3ലും 2024-25 സാമ്പത്തിക വർഷത്തിലെ സെപ്റ്റംബർ ക്വാർട്ടറിലും ഡിസംബർ ക്വാർട്ടറിലും സംഭവിച്ചതിനേക്കാളും താരതമ്യേന ഭേദപ്പെട്ട നിലയിലുള്ള ഒരു പ്രവർത്തന ഫലമാണ് കമ്പനികൾ പൊതുവായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇനി ഈ ആഴ്ചയിൽ 700-ലധികം ലിസ്റ്റഡ് കമ്പനികൾ അവരുടെ മാർച്ച് ക്വാർട്ടർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിഫ്റ്റി 50യുടെ, അതായത് നിഫ്റ്റി സൂചിയുടെ ഭാഗമായിട്ടുള്ള 9 ഓഹരികളാണുള്ളത്. ഇതിൽ ഭാരത് ഇലക്ട്രോണിക്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGC എന്നിവ മെയ് 19 റിസൾട്ട് പബ്ലിഷ് ചെയ്യും. സമാനമായി നോക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് മെയ് 20-നും ഇൻഡസ്ഇൻഡ് ബാങ്ക് മെയ് 21-ന്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ITC, സൺഫാർമ തുടങ്ങിയ ഓഹരികൾ മെയ് 22-നും, JSW Steel മെയ് 23-നായിരിക്കും ക്വാർട്ടർലി റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ഇനി രണ്ടാമതായിട്ടുള്ളൊരു ഘടകം നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇന്ത്യ-US വ്യാപാര കരാർ തന്നെയാണ്. അപ്പം പകരച്ചുങ്കം താൽക്കാലികം ആരോപിച്ചിട്ടുള്ള ആ ഒരു കാലാവധി 90 ദിവസത്തെ കാലാവധിയിൽ ഏകദേശം പകുതിയോളം സമയം പിന്നിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയും USഉം തമ്മിലുള്ള ആ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ, ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ സംബന്ധിച്ചുള്ള പുരോഗതി മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ്. അപ്പോൾ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിൽ മെയ് 17 മുതൽ 20 വരെ സന്ദർശനം നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉഭയകക്ഷി വ്യാപാര കരാർ അല്ലെങ്കിൽ ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ആദ്യഘട്ട സംബന്ധി പരസ്പര ധാരണയിൽ എത്തിക്കാനാണ് ശ്രമം. അത് സംബന്ധിച്ചുള്ള പോസിറ്റീവ് വാർത്തകൾ വിപണിയെ പോസിറ്റീവിൽ അത് സംബന്ധിച്ച് ഏത് വാർത്തകളും അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡ് ഡീലുകളെ സംബന്ധിച്ചുള്ള വാർത്തകളും വിപണിയെ സ്വാധീനിക്കുന്നതന്നെയാണ്. പ്രത്യേകിച്ച് ചൈനയും US തമ്മിൽ പകരച്ചുങ്കം അല്ലെങ്കിൽ റെസിപ്രോക്കൽ താരിഫിൻ്റെ ഒരു വിഷയത്തിൽ ഒരു താൽക്കാലികമായിട്ടൊരു ധാരണ അല്ലെങ്കിൽ പരസ്പരം ചുമത്തിയിരുന്ന റെസിപ്രോക്കൽ താരിഫുകൾ ഒരു മരവിപ്പിച്ചതോടുകൂടി തന്നെ ഇന്ത്യയുടെ ഒരു അടുത്ത നീക്കം ഇവർ ഉറ്റുനോക്കുകയാണ്. വിപണിയും ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ USഉമായിട്ടുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിലോട്ടൊരു ഫൈനലൈസ് ചെയ്യാൻ കഴിയുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു അടുത്തൊരു കീ ട്രിഗർ തന്നെയാണത്. അതുപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള ഇത്തരം ട്രേഡ് ഡീലുകളെ സംബന്ധിച്ച വാർത്തകളും വിപണിയെ സംബന്ധിച്ച് സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം വാർത്തകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ
ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രകടനം എങ്ങനെയുണ്ടെന്നുള്ളത് ഈ ആഴ്ച സ്വാധീനിക്കാം. അതിലിപ്പോൾ വിദേശ നിക്ഷേപം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഏപ്രിൽ 7-ന് ഈ റെസിപ്രോക്കൽ താരിഫിൻ്റെ ഒരു US പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിന് ശേഷം വിദേശ നിക്ഷേപകർ ശക്തമായി ഇന്ത്യൻ വിപണിയിലേക്ക് മടങ്ങി വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പഹൽഗാമിന് അറ്റാക്ക് നടന്ന ഏപ്രിൽ 22-ന് ശേഷമുള്ള 2-3 ആഴ്ചയാണെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയ രീതിയിലൊരു കൺസോൾട്ടേഷന് പോയത്. പക്ഷേ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഒരു മാർക്കറ്റ് കുതിച്ച് ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ വിദേശ നിക്ഷേപകർ വാങ്ങുന്നതിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ആണെങ്കിൽ 8,831 കോടി രൂപയുടെ അല്ലെങ്കിൽ മൂല്യമുള്ള ഓഹരികളാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ FIIs വാങ്ങിയേക്കുന്നത്. അപ്പം FIIs കഴിഞ്ഞ ആഴ്ച മാത്രമുള്ള അവരുടെ ബൈങ് ഡേറ്റ നോക്കുകയാണെങ്കിൽ 15,925 കോടി രൂപയുടെ ഓഹരികളാണ് ഈ കഴിഞ്ഞ ട്രേഡിംഗ് വീക്കിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി തന്നെ നോക്കുകയാണെങ്കിലും മെയ് മാസത്തിൽ ഇതുവരെയായിട്ട് നോക്കുകയാണെങ്കിലും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകിയിട്ടുള്ളത് 23,778 കോടി രൂപയാണ്. ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ശക്തമായിട്ടുള്ള തന്നെ ഓഹരികൾ വാങ്ങി വിപണിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പം ഈ ഒരു മാസത്തെ DISൻ്റെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് ഡേറ്റ നോക്കുകയാണെങ്കിൽ 23,299 കോടി രൂപ ഏകദേശം FIIs വാങ്ങിയതിൻ്റെ അത്രയും തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും വാങ്ങിയിട്ടുള്ളതായി കാണാം. ഇനി നമുക്ക് വിപണിയുടെ വരുന്ന ആഴ്ചയിലൊരു സാധ്യതകളാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനി പ്രധാനപ്പെട്ട ഓരോ സൂചികളൊക്കെ ബെഞ്ച് മാർക്ക് ഇൻഡീസസുകളൊക്കെ ഒരു ശക്തമായിട്ടുള്ള വിപണി മൊത്തത്തിലും ഒരു ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചൊരു ട്രേഡിംഗ് വീക്കാണ് കഴിഞ്ഞു പോയത്. നിഫ്റ്റി 4% ഉള്ള നേട്ടം രേഖപ്പെടുത്തി. ഒരു എല്ലാ സെക്ടറിലും നമുക്കൊരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബൈയിങ് ഒരു പ്രകടനമായിരുന്നു. അപ്പോൾ മൺഡേയിൽ ഇന്ത്യ പാക് വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ശക്തമായ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായി. എന്നിട്ട് ഈ ഒരു വീക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം 24,600 24,700 എന്നുള്ള റേഞ്ച് നിഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്തതായിട്ടുള്ള കാണാം. അങ്ങനെ ഇവഞ്ച്വലി 25,000 7 മാസത്തിനുള്ളിൽ ഉയർന്നൊരു നിലവാരത്തിലേക്ക് വിപണി എത്തി, അല്ലെങ്കിൽ നിഫ്റ്റി എത്തി. അത് ക്ലോസ് ചെയ്യുന്ന നമ്മൾ കണ്ടു. അപ്പം പറയുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ 3 ആഴ്ചയായിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ 24,500 23,200 എന്നുള്ള റേഞ്ചിൽ കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു കുതിപ്പാണ് ഒരു മുന്നേറ്റത്തിന് തുണച്ചെന്ന് നമുക്ക് കാണാൻ കഴിയും. വീക്ക്ലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു സൈസബിൾ ആയിട്ടുള്ളൊരു ബുൾ ക്യാൻഡിൽ കാണാം. ഹയർ ഹൈ ഹയർ ലോ കുതിപ്പിൻ്റെ സൂചനയായിട്ടുള്ള ഒരു ഹയർ ഹൈ ഹയർ ലോ പാറ്റേണും കാണാം. അതൊരു ഈ ബുള്ളിഷ് ട്രെൻഡ് തുടരുമെന്നുള്ളൊരു സൂചന തന്നെയാണ്. ഇനിയും ഇപ്പുറത്ത് നോക്കിയാലും ഇന്ത്യ വിക്സ്, അതായത് മാർക്കറ്റിൻ്റെ വോളറ്റാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചി നോക്കിയാണെങ്കിൽ 22% കറക്റ്റ് ചെയ്തിട്ടുള്ളത് 16 നിലവാരങ്ങളിലേക്ക് എത്തുന്നു. അതൊരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ 16 താഴെ വിക്സ് നൽകുന്ന മാർക്കറ്റിനെ സംബന്ധിച്ചൊരു സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ഘടകം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഘടകം തന്നെയാണ്. അപ്പം ഇന്ത്യ വിക്സ് കഴിഞ്ഞ ആഴ്ച 22% തിരുത്തൽ നേരിട്ടു, അല്ലെങ്കിൽ താഴേക്ക് വന്നു എന്ന് പറയുന്നത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. പിന്നെ ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഇപ്പം നിഫ്റ്റി മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആയാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു കറക്ഷന് ശേഷം ആ ഒരു ശക്തമായിട്ടുള്ളൊരു റിക്കവറി നമുക്ക് അതിൽ കാണാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കിയാൽ പോലും ബെഞ്ച് മാർക്ക് ഇൻഡീസസിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും പെർഫോം ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 4% മുന്നേറ്റം രേഖപ്പെടുത്തിയെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 7%, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 സൂചികയാകട്ടെ 9%-ലധികമുള്ള നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ 26,277 എന്നുള്ള ഓൾ ടൈം ഹൈയിൽ നിന്ന് 5% മാത്രമുള്ളൊരു അകലെയാണ്. അതൊരു കൈ അകലത്തിൽ തന്നെ ഒരു ഓൾ ടൈം ഹൈ വീണ്ടും നമുക്ക് കാണാനാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡീസസിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ആയിട്ട് ഇപ്പോഴത്തുള്ളൊരു ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് 7% അകലെയാണ് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ആയിട്ട് നിൽക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡീസസ് ആകട്ടെ 12% ഓൾ ടൈം ഹൈ എന്ന അകലത്തിലാണ് നിൽക്കുന്നത്. ഇനി മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണെന്ന് കാണാം. ഇപ്പം നിഫ്റ്റി 500 സൂചികയിലെ 89% ഓഹരികളും അവയുടെ ഒരു ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് 50 DMAയുടെ മുകളിലാണുള്ളത്. അതേപോലെ തന്നെ 42% നിഫ്റ്റി 500 ഇൻഡെക്സിലുള്ള 500 ഓഹരികളിൽ 42% 200 DMAയ്ക്കും മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബ്രോഡർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഒരു ശക്തമാകുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണത്. അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റ് ബ്രെഡ്ത്തും ബ്രോഡർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷനും സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയുടെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിനെ തന്നെയാണ്. അപ്പം മുകളിലേക്ക് ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 25,500 എന്നുള്ളത് വരുന്ന ആഴ്ചകളിൽ ലക്ഷ്യമാക്കി നീങ്ങുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്.
ഇപ്പോഴത്തെ രീതിയിൽ നിഫ്റ്റിയുടെ ഏറ്റവും അടുത്തൊരു ഒരു ഇച്ചിരി ഒരു നിയർ ടൈം ബേസിൽ പറയുകയാണെങ്കിലുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,500 25,600 ആ ഒരു സോണിലാണുള്ളത്. ഇവിടെ ഒരു നിർണായകമായ റിട്രേസ്മെൻറ്റ് ലെവലാണ് ഫിബൊനാച്ചി നോക്കുകയാണെങ്കിൽ 78.6% റിട്രേസ്മെൻറ്റ് ലെവലൂടെ വരുന്നതാണ്. അപ്പം ഇനി വീക്ക്ലി ബേസിസിൽ പറയുകയാണെങ്കിൽ 25,200 മുകളിൽ ഈ വരുന്ന ആഴ്ചയിൽ ഡിസിസീവായിട്ട് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു ഫ്രഷ് ബൈയിങ് മൊമെൻറ്റം നമുക്കിനി പ്രതീക്ഷിക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ 25,600 നിലവാരങ്ങളിലേക്ക് ലക്ഷ്യമാക്കി നിഫ്റ്റി മുന്നേറും. മറിച്ച് ഇപ്പോൾ ഈ ആഴ്ചയിൽ വരുന്ന ആഴ്ചയിൽ ഇടയ്ക്കുള്ള സെഷനുകളിൽ 25,300, അതായത് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ വെച്ചിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് അത് മറികടക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയും ഉരുത്തിരിയാം. പക്ഷേ എന്നിരുന്നാലും വീക്ക്ലി ബേസിസിൽ 24,500 ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സിനാറിയോ ചേഞ്ച് ചെയ്തു നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ പേടിക്കേണ്ടതിന് ഘട്ടമുണ്ടെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. നിലവിലത്തെ രീതിയിൽ നോക്കുമ്പോൾ വിപണിക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണുള്ളത്. അപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ 25,200 മുകളിൽ ഈ വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഫർദർ ഒരു ഫ്രഷ് ബൈയിങ് മൊമെൻറ്റം അത് നിഫ്റ്റിക്ക് നൽകും. കൂടുതൽ ഉയരങ്ങളിലേക്ക് അത് പോകാനുള്ള എല്ലാവിധ പിന്തുണയും നൽകും. ഈ വരുന്ന ആദ്യ സെഷനുകളിൽ 25,300 നിഫ്റ്റിക്ക് അത് മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നിരുന്നാലും 24,500 എന്നുള്ളതാണ് നിർണായകമായിട്ടൊരു വീക്ക്ലി ബേസിലുള്ള ഒരു സപ്പോർട്ട്. അത് ബ്രേക്ക് ചെയ്ത് താഴെ വീക്ക്ലി ക്ലോസ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം റീതിങ്ക് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. നിലവിൽ വിപണിക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണുള്ളത്. എന്നിരുന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള വാർത്തകളൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലും ഗ്ലോബൽ ട്രേഡ് ലീഡിലേക്ക് വാർത്തകൾ വരാനുള്ളതിനാലും ട്രേഡേഴ്സ് ഈ ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഇവിടെ ട്രേഡ് ചെയ്യുന്നവർ ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടുന്നത് പ്രോഫിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും കിട്ടിയ നേട്ടം മുതലെടുക്കാനും സഹായിക്കുന്നതാണ്. ഇപ്പോൾ ലോങ് പൊസിഷൻസ് ഉള്ളവർ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് എന്തായാലും ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇടണം. പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഒരു അഗ്രസീവായിട്ട് ലോങ് പൊസിഷൻ ഇനി ഫ്രഷായിട്ട് എടുക്കുന്നത് ഇപ്പോഴത്തെ നിലവാരങ്ങളിൽ നിന്ന് എടുക്കുന്നത് സൂക്ഷിച്ച് വേണം. ഒരു ഡിപ്പ് വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ഫ്രഷ് എൻട്രി പരിഗണിക്കുന്നതാവും ഉചിതം. അപ്പോൾ ഇതാണ് മാർക്കറ്റെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. എല്ലാവർക്കും വരുന്ന ആഴ്ച നല്ലതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.